ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഹിന്ദി ചേംബർ. ഞാൻ ബാബു പനിക്കൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള സിലബസ് സ്റ്റാൻഡേർഡ് 10th ഹിന്ദി രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഹൈക്കു, ജിന്ദഗി കാ സഫറിലെ ഹൈക്കു എന്ന് പറയുന്ന കവിതകളാണ് നമ്മൾ നോക്കുന്നത്. ഹൈക്കു കവിതകൾ എന്ന് പറഞ്ഞാൽ അത് ഒരു ജാപ്പനീസ് കവിതയുടെ പ്രത്യേക രൂപമാണ്. അതിൻ്റെ പ്രത്യേകത, അതിന് 3 വരികളാണുള്ളത്. ആദ്യത്തെ വരിയിൽ 5 അക്ഷരം, രണ്ടാമത്തെ വരിയിൽ 7 അക്ഷരങ്ങൾ, മൂന്നാമത്തെ വരിയിൽ 5 അക്ഷരം. ഇങ്ങനെ വരുന്നതാണ് ഒരു ഹൈക്കു. അതായത് സമൂഹത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വളരെ ചെറിയ വാക്കുകൾ ഉപയോഗിച്ച് വളരെ ബൃഹത്തായിട്ട് വ്യക്തമാക്കുന്ന ഒരു കവിതാ രൂപമാണ് ഹൈക്കു കവിതകൾ. നമുക്ക് ഒന്നാമത്തെ കവിതകൾ നോക്കാം. ഒന്നാമത്തെ കവിതകൾ നോക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അതിനൊരു ചെറിയ പ്രത്യേകതയുണ്ട്. നമ്മുടെ വീഡിയോ ഒരു ക്ലാസ് റൂമിൽ ഇരുന്ന് കുട്ടികൾ പഠിക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ വീഡിയോ കാണേണ്ടത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് തുറന്നു വയ്ക്കുക, ആ ചാപ്റ്റർ എടുത്തു വയ്ക്കുക, കയ്യിൽ ഇതുപോലെ ഒരു പെൻസിൽ കരുതുക. പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ ഓരോ വേർഡ് ബൈ വേർഡ്, സെന്റൻസ് ബൈ സെന്റൻസ് ആയിട്ട് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്താണ് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വേർഡിന്റെ മലയാളം മീനിങ് അറിയാൻ വയ്യെങ്കിൽ നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്തിട്ട് അതിന്റെ മുകളിൽ എഴുതിയെടുക്കാവുന്നതാണ്. അങ്ങനെ എഴുതിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ആ ലെസൺ വായിക്കുമ്പോഴത്തേക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നിങ്ങൾ ഹൈക്കു എന്ന് പറയുന്ന ആ പാഠഭാഗം എടുത്തു വയ്ക്കുക, കയ്യിൽ പെൻസിൽ കരുതുക. നമുക്ക് ലെസണിലേക്ക് കടക്കാം. ഇവിടെ പ്രധാനമായിട്ട് 3 കവികളുടെയാണ് ഇവിടെ ഹൈക്കു തന്നിരിക്കുന്നത്. ആദ്യത്തെ ഹൈക്കു സുരംഗമ യാദവ് എഴുതിയതാണ്. 1970 ജൂൺ 19 സുരംഗമ യാദവ് ജനിച്ചത്. അവരുടെ ഹൈക്കു നമുക്കൊന്ന് നോക്കാം. സൂഖായ ബാട്ട് സാഹബ് കെ ആംഗൻ സദാ ഫുഹാർ. സൂഖ യാ ബാട്ട്. സൂഖ എന്ന് പറഞ്ഞാൽ വരൾച്ച, യാ എന്ന് പറഞ്ഞാൽ അഥവാ, ബാട്ട് എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കം. സാഹബ് കെ ആംഗൻ, സമൂഹത്തിലെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ പണക്കാരായിട്ടുള്ള വ്യക്തികളെയാണ് ഇവിടെ സാഹബ് എന്ന് പറയുന്നത്. സാഹബിന്റെ മുറ്റം, ആംഗൻ എന്ന് പറഞ്ഞാൽ മുറ്റം, ആംഗൻ എന്ന് പറഞ്ഞാൽ മുറ്റം. സദാ ഫുഹാർ. സദാ, സദാ എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും. ഫുഹാർ എന്ന് പറഞ്ഞാൽ ജലത്തുള്ളികൾ, വെള്ളത്തുള്ളി എന്ന് മാത്രമാണ് ഉള്ളത്. ആ 3 വരിയുടെ വേർഡ് മീനിങ് ഇതാണ്: വരൾച്ചയോ വെള്ളപ്പൊക്കമോ. സാഹബ് കെ ആംഗൻ, സാഹബിന്റെ മുറ്റം, സദാ ഫുഹാർ, എല്ലായ്പ്പോഴും എന്തുപോലെ? വെള്ളത്തുള്ളികൾ പോലെയാണ്. അതായത് നമ്മുടെ സമൂഹത്തിൽ ഒരു വിഭാഗം ജനങ്ങളുണ്ട്. ആ ജനങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് സമൂഹത്തിലുള്ള എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അവരെ സംബന്ധിച്ചിടത്തോളം അല്പം പോലും ബാധിക്കുകയില്ല എന്നാണ് ആ ഹൈക്കുവിലൂടെ നമ്മളോട് പറഞ്ഞു തരുന്നത് സുരംഗമ യാദവ്. സൂഖായ ബാട്ട്, വരൾച്ചയായാലും വെള്ളപ്പൊക്കമായാലും. സാഹബ് കെ ആംഗൻ, സാഹബിന്റെ വീട്ടുമുറ്റം, എപ്പോഴും, സദാ, എല്ലായ്പ്പോഴും. ഫുഹാർ, അപ്പോൾ വെള്ളപ്പൊക്കമായാലും സാഹബിന്റെ വീട്ടുമുറ്റം ഒരു തുള്ളി വെള്ളം പോലെയാണ് അയാൾക്ക് അനുഭവപ്പെടുന്നത്. അതായത് പുറത്ത് വരൾച്ചയോ വെള്ളപ്പൊക്കമോ ഉണ്ടായാലും സാഹിബിന്റെ മുറ്റത്ത് എപ്പോഴും സുഖപ്രദമായ ഒരു അവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. അവിടെ വെള്ളത്തിന്റെ നേരിയ കുളിർമ എപ്പോഴും ഉള്ളതുപോലെ തോന്നും. പുറം ലോകത്തെ ബുദ്ധിമുട്ടുകൾ അവരെ പോലുള്ള ആളുകളെ ബാധിക്കാറില്ല എന്നാണ് സുരംഗമ യാദവ് ആ ഹൈക്കുവിലൂടെ വ്യക്തമാക്കുന്നത്. ഇതാണപ്പോൾ ഒന്നാമത്തെ ഹൈക്കു. ഇനി നമുക്ക് രണ്ടാമത്തെ ഹൈക്കു നോക്കാം. പിതാനെ ഠൂണ്ടി ലാഠിയാം ബുഢാപ്പെ കി ദീഖ്തി നഹീം. ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മയുടെ വളരെ പ്രസിദ്ധമായ
ഒരു ഹൈക്കുവാണ്. നോക്കാം. പിതാനെ ഠൂണ്ടി, പിതാനെ ഠൂണ്ടി, അച്ഛൻ അന്വേഷിച്ചു. ഢൂണ്ടിയും എന്ന് പറഞ്ഞാൽ അന്വേഷിച്ചു, തിരക്കി, സെർച്ച് ചെയ്തു. ലാഠിയാം, വടികൾ. ലാഠിയാം ബുഢാപ്പേക്ക്, വാർദ്ധക്യത്തിലെ വടികൾ. ലാഠിയാം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അർത്ഥം ഊന്നുവടി എന്നാണ്. ഊന്നുവടി അച്ഛൻ അന്വേഷിച്ചു. ബുഢാപ്പേക്ക്, വാർദ്ധക്യകാലം വന്നപ്പോൾ അച്ഛൻ ഊന്നുവടി അന്വേഷിച്ചു. ദീഖ്തി നഹി, അത് ഒരു സ്ഥലത്തും അച്ഛന് കാണാനായിട്ട് സാധിച്ചു ഇല്ല. അതാണ് പറയുന്നത്. ഊന്നുവടി. അപ്പോൾ പിതാനെ ഢൂണ്ടിയും, അച്ഛൻ അന്വേഷിച്ചു. എന്താണ് അച്ഛൻ അന്വേഷിച്ചത്? വാർദ്ധക്യകാലത്ത് അച്ഛന് താങ്ങും തണലും ആവേണ്ട മക്കളെയാണ് അദ്ദേഹം അന്വേഷിച്ചത്, അച്ഛൻ അന്വേഷിച്ചത്. അപ്പോൾ ആ മക്കളെ ലഭിക്കാതെ വന്നപ്പോൾ, ആ മക്കൾ അച്ഛനെ സഹായിക്കാൻ ഇല്ലാതെ വന്നപ്പോൾ അച്ഛൻ എന്തു ചെയ്തു? ലാഠ്യാം, അച്ഛൻ ഊന്നുവടി അന്വേഷിച്ചു. അപ്പോൾ ഊന്നുവടിയും അവിടെ കാണാനില്ലായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വരിയിൽ, ഈ ഹൈക്കുവിൽ ഗോപാൽ ബാബു ശർമ്മ നമ്മളോട് പറയുന്നത്, സമൂഹത്തിൽ മനുഷ്യർ വാർദ്ധക്യം എത്തുമ്പോൾ അവരെ ശരിക്കും സംരക്ഷിക്കേണ്ടത് അവരുടെ മക്കളുടെ ചുമതലയാണ്. ആ ചുമതല വഹിക്കാത്ത ആളുകളെ വളരെ നിശിതമായിട്ട് വിമർശിച്ചുകൊണ്ടാണ് ഗോപാൽ ബാബു ശർമ്മ ആ ഹൈക്കു എഴുതിയിരിക്കുന്നത്. പിതാനെ ഠൂണ്ടിയും ലാഠിയാം ബുഢാപ്പേക്ക് ദീഖത്തി നഹീം, അത് കാണുന്നില്ല എന്നാണ് പറയുന്നത്. ഊന്നുവടി കാണാതെ വരുന്നു, അതായത് തങ്ങളെ സംരക്ഷിക്കേണ്ട മക്കൾ തങ്ങളെ നോക്കാതെ വരുന്നു എന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം. ഇനി അടുത്തത് മൂന്നാമത്തെ ഹൈക്കു ആണ്. മൂന്നാമത്തെ ഹൈക്കു നമുക്ക് നോക്കാം. ഢൂണ്ഡ്തി രഹി ബർഫീലി നഗരി മേം നേഹ് കി ആഞ്ച്. കമല നിഖുർപ്പായുടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഹൈക്കുവാണ്. ഢൂണ്ഡ്തി രഹി ബർഫീലി നഗരി മേം നേഹ് കി ആഞ്ച് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഢൂണ്ഡ്തി രഹി, ഢൂണ്ഡ്തി രഹി എന്ന് പറഞ്ഞാൽ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു. കമല നിഖുർപ്പ പറയുന്നു, ഢൂണ്ഡ്തി രഹി, അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്? എവിടെയാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്? ബർഫീലി നഗരീമേം. ബർഫീലി നഗരി എന്ന് പറയുന്നത് മഞ്ഞു നിറഞ്ഞ പ്രദേശം, അതായത് ആളുകൾക്ക് യഥേഷ്ടം വിഹരിക്കുവാൻ പറ്റാത്ത ഒരിടം. ആ സ്ഥലത്തിനാണ് ബർഫീലി നഗരി എന്ന് പറയുന്നത്. മഞ്ഞു നിറഞ്ഞ ഒരു നഗരം. ആ നഗരത്തിൽ നേഹിക്കി ആഞ്ച്, നേഹിക്കി ആഞ്ച്, നേഹിക്കി ആഞ്ച് എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ ഊഷ്മളത. ആഞ്ച് എന്ന് പറഞ്ഞാൽ ചൂടെന്നാണ് അർത്ഥം. നേഹ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അർത്ഥം സ്നേഹമെന്നാണ്. സ്നേഹത്തിൻ്റെ ചൂട്, സ്നേഹത്തിൻ്റെ ചൂട് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. ആരാണ്? ബർഫീലി നഗരീമേം നേഹ് കി ആഞ്ച്. മഞ്ഞു നിറഞ്ഞ ആ നഗരത്തിൽ എന്തോ ഒന്നിനു വേണ്ടി ആരോ നിരന്തരം തിരയുകയാണ്. അതെന്താണ് എന്നാണ് ആദ്യത്തെ വരിയിൽ പറയുന്നത്. അതായത് നല്ല തണുപ്പുള്ള ആ ഒരു സ്ഥലത്ത് നമ്മൾ അന്വേഷിക്കുന്നത് ഒരല്പമെങ്കിലും ചൂടാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അതായത് വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ അല്പം സ്നേഹം എവിടെ നിന്നാണ് ലഭിക്കുന്നത് എന്നുള്ള അന്വേഷണമാണ് കമല നിഖുർപ്പ ആ ഹൈക്കുയിലൂടെ നമ്മളോട് പറയുന്നത്. തണുത്ത, ഒരുപക്ഷെ നിസ്സംഗമായ അല്ലെങ്കിൽ ഏകാന്തത നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ ഒരാൾക്ക് എങ്ങനെയാണ് തനിച്ചു ജീവിക്കാൻ പറ്റുക? അയാൾ അല്പമെങ്കിലും സ്നേഹമുള്ളിടത്ത് അയാൾ അത് തിരഞ്ഞു നടക്കാറാണ് പതിവ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരല്പം സ്നേഹം കിട്ടാൻ വേണ്ടി മനുഷ്യൻ അല്ലെങ്കിൽ ഒരാൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. അതാണ് കമല നിഖുർപ്പ ഈ വരികളിലൂടെ നമ്മളോട് പറഞ്ഞു തരുന്നത്. ഢൂണ്ഡ്തി രഹി ബർഫീലി നഗരി മേം നേഹ് കി ആഞ്ച്. അപ്പോൾ 3 ഹൈക്കു ആണ് നമുക്ക് പഠിക്കാനായിട്ട് തന്നിരിക്കുന്നത്.
ഈ ഹൈക്കു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ജിന്ദഗി കാ സഫർ എന്ന ആ ഹൈക്കു കവിതകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായിട്ട് അത് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ചാപ്റ്ററിൻ്റെ വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.